കേരളത്തിലെ 960ഓളം ആൾക്കാരുടെ പേരുകൾ ഹിറ്റ് ലിസ്റ്റിലിട്ട് ആ ലിസ്റ്റ് പോക്കറ്റിൽ കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ PFIക്കാർ. ഇത് കണ്ടുപിടിച്ചത് NIA ആണ്. NIA എന്ന് പറയുമ്പോൾ പലരും കളിയാക്കിയിട്ടും അല്ലെങ്കിൽ തമാശ രൂപത്തിലൊക്കെ മാറ്റൂട്ടോ. കാരണം NIA ED എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിലെ പാവകളാണെന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ED ഓക്കെ നമുക്ക് അറിയാം. ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാഷ്ട്രീയപരമായിട്ടും പല കാര്യത്തിലും അവർ കണ്ടുപിടിക്കുന്ന കേസുകളുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1 to 2%. അതായത് അവർ കൊണ്ടുവരും 98% കഥകളും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ നമ്മുടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വെറും കെട്ടുകഥ കേസുകൾ മാത്രമാണ്. പക്ഷേ NIAയുടെ കാര്യം അതല്ല കേട്ടോ. NIA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 to 2% കഴിഞ്ഞാൽ ബാക്കി 95 to 98% ആ കഥകളുടെ ഒക്കെ കൺവേർഷൻ ഭയങ്കര അക്യുറേറ്റ് ആണ്, കറക്റ്റാണ് എന്നാണ് ഇത്രയും കാലത്തെ സർവേ റിപ്പോർട്ട്സും കാര്യങ്ങളും നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേന്ദ്ര ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ് PFI എന്നുള്ളൊരു സംഘടന, ഒരു നിരോധിത സംഘടന നമ്മുടെ കേരളത്തിൽ ഒരു 960ഓളം ആൾക്കാരുടെ ഇല്ലായ്മ ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് കൊണ്ട് നടക്കുന്നവരാണെന്നാണ് പറയുന്നത്. അതിൽ നമ്മുടെ വിഷം മാത്രം ചിന്തുന്ന വിഷക്കല ടീച്ചറും അതുപോലെ തന്നെ തച്ചങ്കിരിയൊക്കെ അതിൻ്റെ പാർട്ടായിട്ടുണ്ട്. പിന്നെ ഒരു മുൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് വരെ അതിൻ്റെ പാർട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഇപ്പം തീവ്ര വലതുപക്ഷ ആൾക്കാർക്ക് പറയാം ഇതുപോലെ കേരളം ഇവന്മാരില്ലാണ്ടാക്കും, അതുപോലെ തന്നെ തീവ്ര ഇടത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ എന്താ പറയുന്നത് ഇതൊക്കെ ചുമ്മാണ്, NIA ആണ്, NIA BJPക്ക് വേണ്ടി താളം തുള്ളുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ എടുത്തിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റ് പുറത്തോട്ട് വന്നത് നമ്മുടെ ശ്രീനിവാസ വധക്കേസ് ഉണ്ട്. അതായത് 916 ഏപ്രിൽ 2025 ആ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള PFI അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബെയിലിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ് പോകുന്നുണ്ട്. പക്ഷെ അതിനെ റെഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലിസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു മൊത്തം ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുന്നത്. അതായത് NIA പറയുന്നത് ഈ ശ്രീനിവാസൻ വധക്കേസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, 2-3 പേരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാർ ത്രൂ ആണ് ഇവർ ഈ ഒരു ഹിറ്റ് ലിസ്റ്റിലോട്ട് എത്തുന്നത്. ഇവരുടെയൊക്കെ കയ്യിൽ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊക്കെ 200, 300, 400, 500 ആൾക്കാരുടെ ഒക്കെ പേരുകൾ ഉള്ളത്. അതായത് ഹിറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള പേരുകൾ അവരുടെ കയ്യിലുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ ഇത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തു നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ തീർത്ത് കളയണം എന്നുള്ള രീതിയിലുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അതിലാണ് നമ്മുടെ വിഷകല അതുപോലെ തന്നെ തച്ചങ്കിരിയുടെ ഒക്കെ പേരുകളുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലിസ്റ്റിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഇപ്പം PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ നാട്ടിലെല്ലായിടത്തുണ്ട്. അത് പല രൂപത്തിലും പല ഭാവത്തിലും പുറത്തോട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാക്കിയ ലിസ്റ്റ് ആയിരിക്കും എന്താണെങ്കിലും ഇത്. അപ്പോൾ ഇത്രയും ലിസ്റ്റുള്ള കയ്യിൽ ഇത്രയും ലിസ്റ്റ് വെച്ചിട്ട് ഇവർ എത്ര പേരെ അതിൽ ഇല്ലാണ്ടാക്കി. ഇപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 960 ആൾക്കാർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എത്ര പേര് ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ പല ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ ഇത്തരത്തിലെ ആളുകളെ ഇപ്പം നമ്മളെന്താ പറയുക, നമ്മൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്രവാദികളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതേ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ ആളുകളെ തീർത്ത് കളയണം എന്നുള്ള ചിന്തയിലുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്മാരെ പൊക്കണം. ഇവന്മാരുടെ ലിസ്റ്റിലുള്ള ആളുകളെ നോക്കണം. ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാം, അതായത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആളുകൾ, അല്ലാണ്ട് എന്താ പറയുക ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു അല്ലെങ്കിൽ ബിൽഡിങ്ങിന് മുകളിൽ താഴോട്ട് വീണ് മരിച്ചു അതൊന്നുമല്ല പറയുന്നത്. അതല്ലാണ്ട് മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആക്സിഡൻസിൽ അതല്ലെങ്കിൽ മറ്റ് ഒരു തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈ പറഞ്ഞ PFIക്കാർക്ക് തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ലിസ്റ്റിലുള്ള ബാക്കിയുള്ള ആളുകൾ എത്ര പേരുണ്ടോ, ഇവർക്ക് വല്ല ത്രെട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഉറപ്പിക്കാം ഇവർക്ക് സെക്യൂരിറ്റി വേണം. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് പൊക്കാനും കഴിയട്ടെ, അല്ലെങ്കിൽ തീർത്ത്, അല്ലെങ്കിൽ അവന്മാർ വേണ്ട, അവന്മാർ പറഞ്ഞ വല്ല തിഹാർ ജയിലിലോ വേറെ ഏതെങ്കിലും ജയിലിൽ കൊണ്ടിട്ട് തീർക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് അവന്മാരൊന്നും പൊക്കി പിടിച്ച് നമ്മുടെ നാടിൻ്റെ സമാധാനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കേണ്ട ഒരു കാര്യം നമുക്ക് ആർക്കും ഇല്ല അവിടെ. ഇതോടൊപ്പം തന്നെ കൂട്ടി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കുറേ പേര് ഇങ്ങനത്തെ ന്യൂസിൻ്റെ താഴത്ത് വന്നിട്ട് RSSും അതുപോലെ തന്നെ ഈ PFI ഒക്കെ ഒരുപോലത്തെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും ഇടുന്നത് കണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും RSSനെയും PFIനെയും ഒരേ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. കാരണം RSSൻ്റെ ഒരുപാട്
മറ്റ് ഇതര സംഘടനകളുണ്ട്. ഇപ്പോൾ ശിവസേന, ബജ്രംഗദൾ, രാമസേന, ഹനുമാൻ സേന, അങ്ങനെ ഒരുപാട് ഹിന്ദു സേന എന്നൊക്കെ പറഞ്ഞിട്ട് RSSന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ, അതായത് RSSന്റെ അണ്ടറിൽ വരുന്ന ഞാൻ ഈ പറഞ്ഞ സംഘടന ഒക്കെ അവരുടെ സ്ലീപ്പർ സെല്ലുകളാണ്. RSS ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് ഒരാളെ കൊല്ലുകയോ പിടിക്കുകയോ ചെയ്യാറില്ല. ഈ പറഞ്ഞ സംഘടനകൾ ത്രൂ ആണ് ഇവന്മാർ ചെയ്യാറുള്ളത്. അതല്ലാണ്ട് RSS ഡയറക്റ്റ് ചെയ്ത കാര്യങ്ങളും ഉണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പം RSSന്റെ സ്ലീപ്പർ സംഘടനകളായിട്ടുള്ള ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പം ഈ PFI ഈ കാണിച്ചു വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ലിസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് നമുക്ക് RSSനെയും ഈ PFIനെയും ഒരേ ഗണത്തിൽ പെടുത്താൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഇപ്പോൾ RSSന്റെ ആളുകളാണ് മഹാത്മാഗാന്ധിനെ കൊന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരൊരിക്കലും സമ്മതിക്കില്ല. കാരണം RSS വിട്ടുപോയതിനു ശേഷമാണ് ഈ പറഞ്ഞ ആള് മഹാത്മാഗാന്ധിനെ കൊന്നത് എന്ന് അവർ പറയും. RSSന്റെ സ്ലീപ്പർ സംഘടനകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ PFIയുടെ കയ്യിൽ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ RSSന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ബീഫിൻ്റെ പേരിലാണെങ്കിലും മറ്റ് പല കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് ശ്രീരാമൻ്റെ പേരിലാണെങ്കിലും എന്താ പറയുക മറ്റ് പല ഈ മതം കുത്തിക്കയറ്റിയ ആളുകളെ കൊല്ലുന്നുണ്ടെങ്കിൽ അതൊക്കെ RSS എന്ന് പറയാൻ പറ്റില്ല. RSSന്റെ ഇതര സംഘടനകളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RSSും BJPയും ഇതൊരു കാലത്തും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ PFIൻ്റെ കാര്യം. ഈ PFIനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നിരോധിത സംഘടന. PFI കൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംഘടനയില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആൾക്കാരില്ല, ഞങ്ങൾ അങ്ങനെ സംഘടന ഇല്ല, ഞങ്ങൾ ഏതോ കാലം നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ് എന്ന് പറഞ്ഞ വിഷയമല്ല. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരാണോ ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവരുടെ പിന്നാലെ കൂടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ കംപ്ലീറ്റ്ലി നമ്മൾ ജനാധിപത്യപരമായിട്ടും മതേതരത്വപരമായിട്ടും പൊളിറ്റിക്കലി ഈ പറഞ്ഞ ഇവരുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളുടെ പേര് ഇപ്പോൾ ശശികലനെ എടുത്തു കഴിഞ്ഞാലും തച്ചങ്കീറിനെ എടുത്തു കഴിഞ്ഞാലും വായിന്ന് ഏത് നേരവും ഈ മുസ്ലിം വിരോധവും അതുപോലെ തന്നെ വംശീയ പരാമർശങ്ങളും പിന്നെ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ മാത്രം തരുന്ന ആൾക്കാരാണ്. ഇവരോട് നമുക്ക് ഒരു രീതിയിലും യോജിച്ച് പോകാൻ പറ്റാത്ത ആളുകളാണ്. ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഈ വിശകല ടീച്ചർമാരുടെ പേര് അതിലുണ്ടെങ്കിൽ അവരെ കൊന്നു തീർക്കുക എന്നുള്ളതിന് പകരം അവർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കാനുള്ള. ആ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാനും അതിനെതിരെ നമ്മുടെ നയങ്ങൾ പറയാനുള്ള ഇതേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അതല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അയാളെ പോയി തട്ടിക്കളയാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജോസഫ് ഫാൻഷിൻ്റെ കയ്യെ വെട്ടി ഈ പറഞ്ഞ PFIക്കാരെന്നും പറയും. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളെ ഗ്രഹാം സ്റ്റെയിനി 2 മക്കളെയും ജീപ്പിലിട്ട് ചുട്ടരിച്ച് കൊന്ന ആളുകളും ഈ പറഞ്ഞ RSSന്റെ ഇതര സംഘടന ബജ്രംഗദളാണ്. അതേ സംഘടനയിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അതേ കേസിൽ ഈ പറഞ്ഞ 2 പിള്ളേരെയും ഈ ഒരാളെയും ചുട്ടരിച്ച് കൊന്ന ആളുകൾ കഴിഞ്ഞ 10-20 വർഷത്തിന് ശേഷം BJP ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ BJP MLAയുടെ സപ്പോർട്ടോടുകൂടി BJP മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടോടുകൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ RSSും BJPയും അതല്ലെങ്കിൽ PFIയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരുടെയൊക്കെ പ്രോക്സി സംഘടനകൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരേ ലെങ്ത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവരുടെ ഒരു അന്തർധാര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം കണക്കൂട്ടണം. ഞാൻ പറഞ്ഞ പോലെ RSSനെയും BJPനെയും ബജ്രംഗദളിനെയും ശിവസേനനെയും രാമസേന മറ്റേ ഹനുമാൻ സേന, ഹിന്ദു സേന, ഇതൊക്കെ ഒരേ ചിന്താഗതിയോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ രാജ്യത്ത് ഇപ്പം മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അത് ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഹിന്ദുവിനെ കൊന്നു കഴിഞ്ഞാൽ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണെന്ന് പറയുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംഘടനകളും ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. അപ്പോൾ ആരെയും കൊന്നു തീർത്തിട്ട് മറ്റ് നമ്മൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യാനിറ്റി ചിന്തിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സമാധാനമോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭരണമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വകയിൽ വരുന്ന സകല ആളുകളെ മാറ്റി നിർത്തിയിട്ടേ നമുക്ക് സമാധാനം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റല്ല. ഈ എന്താ പറയുക, നാട്ടിലെ ആളുകളെ കൊല്ലുന്ന ആളുകൾ മൊത്തം മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ നാട്ടിലെ ഹിന്ദുക്കളെ കൊല്ലുന്ന മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളെ കൊന്നു കൊടുക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യനുമാണ്, അല്ലെങ്കിൽ മുസ്ലിമും ഹിന്ദു ആണെന്ന് ചിന്തയുള്ള ആളുകൾക്ക് അതേന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതല്ല ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും.